ഭാര്യയെ പഞ്ചാര അടിക്കാന്നാണ്. അതെങ്ങനെയത്? പലപ്പോഴേ ഈ ഭർത്താവ് ദൂരെയാണെങ്കിൽ, ഇനി ദൂരെയൊന്നുമല്ല, എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഫോൺ ചെയ്യാറുണ്ട്. പിള്ളേർ സ്കൂളിൽ പോയോ? പിള്ളേർക്ക് എന്താന്ന് കൊടുത്തു വിട്ടേ? ആഹാ, മീനായിരുന്നോ? പിന്നെ വേറെന്താ? 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 പിന്നെന്താ? എന്നാ ശരി, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ്. ഇതാണ് പലപ്പോഴും ഫോൺ കോൾസൊക്കെ. ഇതിൻ്റെയൊക്കെ അവസ്ഥ അതാണ്. അല്ലെങ്കിൽ നാട്ടിലെ വിശേഷം മൊത്തം ചോദിക്കും. അവളുടെ വിശേഷം ചോദിക്കാറുണ്ടോ? നീ എന്തെടുക്കേ? ജോലിയൊക്കെ തീർത്തോ? 24 മണിക്കൂർ അടുക്കളയിൽ തന്നെ ഇരിക്കാതെ കുറച്ച് നേരം റൂമിലൊന്ന് ഇരിക്കടി, റെസ്റ്റ് ചെയ്യ നീ. ഇനി ദൂരെയാണെങ്കിൽ ഭർത്താവ് ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഒന്നുകൂടെ സ്ലിം ആയിട്ടുണ്ടല്ലോ, നല്ല മൊഞ്ചൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ പുതിയ ഡയറ്റൊക്കെ തുടങ്ങിയോ? ഇക്കാക്ക വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നിൽക്കണം കേട്ടോ. നിങ്ങളൊന്ന് പഞ്ചാരടിച്ച് നോക്കുന്ന കെട്ടിയോളെ, നിങ്ങളുടെ പഞ്ചാരടിയിൽ ഭാര്യ ഹാപ്പി ആണെങ്കിൽ മറ്റൊരു ഫ്ലേറ്റിങ്ങിലും മറ്റൊരു പഞ്ചാരടിയിലും അവൾ വീണു പോകൂല, ഉറപ്പാണ്. നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കും. ചിലരൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഫോൺ കോളിലൊന്നും വലിയ താല്പര്യമില്ലാന്നേ. എന്താ കാര്യം? എന്താ ഞങ്ങൾ വിളിച്ചിങ്ങനെ വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും. പിന്നെന്താ? അവിടെ എന്താ? ഇവിടെ എല്ലാം മഴയുണ്ട്. ഇവിടെ നല്ല ചൂടാ. എന്നാ ശരി, കിടന്നോ, ഇനി നാളെ വിളിക്കാം. എന്തിനാ വിളിക്കണേ? നിനക്ക് മഴയുണ്ടോയെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോരെ. എന്താണെന്ന് കോഴിക്കോടത്തെ ക്ലൈമറ്റ് ഏതാണ്, എറണാകുളത്തെ ക്ലൈമറ്റ് ഏതാണ്, ജസ്റ്റ് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ പോരെ. ഇപ്പോൾ കെട്ടിയോളെ വിളിച്ചിട്ട് ക്ലൈമറ്റ് അറിയണോ? മക്കൾ സ്കൂളിൽ പോയെന്നറിയാനായിട്ട് ഇപ്പോൾ കെട്ടിയോളെ തന്നെ വിളിക്കണമെന്നുണ്ടോ? വീട്ടിലാരെങ്കിലൊക്കെ വേറെ വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ മക്കൾ വിളിച്ചാൽ പോരെ. നീ കെട്ടിയോളെ വിളിക്കണം എന്തിനാ വിളിക്കണേ? അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ്. അവൾക്കൊരു താങ്ങായി നീയുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നിന്റെ ഭാര്യയെ നിർത്താൻ നിനക്ക് കഴിയണം, അല്ലേ? ഉറപ്പായിട്ടും കഴിയണം. നീ വിദൂരത്ത് നിൽക്കുമ്പോൾ അവൾ വല്ല പ്രയാസത്തിലാണെങ്കിൽ, ചെറിയ ഫ്രസ്ട്രേഷനുകളിലാണെങ്കിൽ അവൾക്ക് താങ്ങായി ഞാനുണ്ട്. അവളോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, ഉസ്താദ് പറഞ്ഞത് ഇത് ശരിയാണോ നിങ്ങൾക്ക് ഒന്നറിയാൻ വേണ്ടിയിട്ട് കെട്ടിയോട് ചോദിക്കുക, ഏട്ടി ഞാനിങ്ങനെ നിന്നോട് റൊമാൻറ്റിക്കായി സംസാരിക്കണേക്കെ നിനക്കിഷ്ടമാണോ? അവൾ 100% പറയും. പിന്നെ അങ്ങനെ അല്ലാണ്ട് എങ്ങനെ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ 24 മണിക്കൂറും പിള്ളേർ സ്കൂളിൽ പോയാൽ, അല്ലെങ്കിൽ പശുവിന് പുല്ല് കൊടുത്താൽ, ആടിന് പുല്ല് കൊടുത്താൽ, അല്ലെങ്കിൽ വേസ്റ്റുകാരൊന്ന് വേസ്റ്റ് കൊണ്ടുപോയാൽ, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് നേരെയുള്ളൂ. മഴയുണ്ടാ വെയിലുണ്ടാ, എന്നെക്കുറിച്ച് നിങ്ങൾ വല്ലതും ചോദിക്കേണ്ട മനുഷ്യ എന്നവൾ പറയും. നിങ്ങളങ്ങനെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാകട്ടെ. അത് കണ്ടെങ്കിലും മനുഷ്യന്മാരൊന്ന് മാറട്ടെ. നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഷുവറാണ്. കുറച്ചൊക്കെ റൊമാൻറ്റിക് ആകണം. കുറച്ചൊന്നല്ല, നല്ലോണം റൊമാൻറ്റിക് ആകണം. ആ റൊമാൻസ് നമ്മുടെ ലൈഫിന് വളരെയേറെ ഭംഗിയുണ്ടാക്കി തരും. ഭർത്താക്കന്മാർ ദൂരെയാണെങ്കിൽ, ഭാര്യമാർ ദൂരെയാണെങ്കിൽ പരസ്പരം ഈ ഒരു റൊമാൻറ്റിക് ടച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കി നിർത്താൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ് ലൈഫ്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ എപ്പോഴും പഞ്ചാര അടിക്കേണ്ടത് മറ്റൊരുത്തിയല്ല, പഞ്ചാര അടിക്കേണ്ടത് മറ്റു ചെക്കന്മാരല്ല. നിങ്ങൾ ലൈഫിൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പഞ്ചാര അടിക്കുന്നേ, നിങ്ങൾ ലൈൻ അടിക്കുന്നേ, പ്രേമിക്കുന്നേ, രണ്ടുപേരും പ്രണയിക്കൂ. ആ പ്രണയത്തിൻ്റെ മാധുര്യം എത്രയാണ് മനുഷ്യരെ. നിൻ്റെതാണവള്, നിൻ്റെതാണ്. നിനക്ക് പ്രണയിക്കാം, നിനക്കേ പ്രണയിക്കാൻ കഴിയൂ അവളെ അത്രമേൽ ഹൃദ്യമായിട്ട്. അല്ലാഹു തആല മനോഹരമായ ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇനി മുതൽ നല്ല പഞ്ചാര അടിയാനാകണം കേട്ടോ. ആരെ? വീട്ടുകാരെത്തി.